എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. വിഷു എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തെ ഏതൊരു ഫെസ്റ്റിവൽ ആണെങ്കിലും അത് നമുക്കും നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചുകൂടി ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഒക്കേഷനാണ്. എന്നിട്ട് ആ ഒരു ഒക്കേഷന് ശേഷം നമ്മൾ അന്ന് ക്രിയേറ്റ് ചെയ്ത മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത ഒരു ഒക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇക്കൊല്ലത്തെ വിഷു ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടി സ്പെൻഡ് ചെയ്യാൻ പോവാണ് ബൈ ഷെയറിങ് ആൻഡ് ഡിസ്കസിങ് അബൌട്ട് ഞങ്ങളുടെ ഓൾഡ് മെമ്മറീസ് ഓഫ് ഗ്രോയിങ് അപ്പ്. അത് നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വിഷുക്കൈനീട്ടം നീ ചോദിക്കുന്നുള്ള എനിക്ക് അറിയാലോ. അത് കാരണല്ലേ 10 രൂപ. താങ്ക് യു സോ മച്ച്. ചെറിയ ഞങ്ങൾക്കൊക്കെ 1 രൂപയ്ക്കാണ് തന്നിരുന്നത്. ഒരു ദിവസം 10 രൂപയെ കിട്ടുള്ളൂ. അതിൽ ഒരുപാട് പ്രോഗ്രാംസ് വെക്കും ഞങ്ങള്. പക്ഷെ 10 രൂപ വലിയ എമൗണ്ട് തന്നെയാണ്. 10 രൂപയുടെ കോയിൻ എന്ന് പറയുമ്പോൾ അതാണ് ഞങ്ങളൊക്കെ അത് കിട്ടിയിട്ട് അന്നൊക്കെ പ്രേംനസീറിന്റെയും സത്യന്റെയും സിനിമ കാണാൻ ഓടുന്ന ഈ വക പൈസയൊക്കെ വെച്ചിട്ടാണ് ബീച്ച് വിഷു റിലീസിന് ചെന്നൈ ബീച്ച് മെറീന ബീച്ചിലേക്ക് പോണോ, അവിടെ പോയി എന്തെങ്കിലും വാങ്ങി കഴിക്കണോ, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോണോ, എന്താന്ന് പ്രോഗ്രാം. അതെ അതെ, ഒരുപാട് 10 രൂപ വലിയ സംഭവമാണത്. ഒരു ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചെങ്കിലും കഴിക്കാം നമുക്ക്. അത്രയും ഒരു 10 രൂപയ്ക്ക് എന്ത് കിട്ടും? അത് കാലത്തിന്റെ മാറ്റാണത്. അതിൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിവേ, വിഷു ആണേലും അല്ലെങ്കിൽ വേറെ ഏതൊരു ഫെസ്റ്റിവൽ ആണെങ്കിലും നമ്മുടെ ചൈൽഡ്ഹുഡിലേക്ക് പോകുമ്പോൾ അതിൽ ഏറ്റവും വലിയൊരു ഭാഗം ഫോർ മെനി ലക്കി പീപ്പിൾ അവരുടെ പേരൻസ് ആണ്. അപ്പം എനിക്കറിയാനുള്ളത് താത്താ പാട്ടിയോ അല്ലെങ്കിൽ മുത്തശ്ശനോ അമ്മുമ്മയായിട്ടോ ഉണ്ടായിട്ടുള്ള നോട്ട് നെസസറിലി വിഷു ബന്ധപ്പെട്ടിട്ട് പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഡിഫൈനിങ് ആയിട്ടുള്ള ചില മൊമെന്റ്സ് ഓർ സംതിങ് ദാറ്റ് യു ലേൺ ഫ്രം ദം, അല്ലെങ്കിൽ നല്ലോണം അടി കിട്ടിയ ഏതെങ്കിലും ഒരു മെമ്മറി, അങ്ങനെ എന്താ നിങ്ങൾക്ക് ഇപ്പൊ റീകലക്ട് ചെയ്യാനുള്ളത്? എന്താണ്? താത്താപ്പാട്ടി ഇപ്പൊ ഇല്ല, ആരായാലും ജീവിച്ചിരിക്കുന്നില്ല. താത്താപ്പാട്ടി ജീവിച്ചിരിപ്പില്ല. ലേഡീസ് ഫസ്റ്റ് അല്ലേ? അപ്പൊ ലേഡീസ് ആദ്യം പറയട്ടെ. ആരായാലും പാട്ടി ശരിക്കും പറയുകയാണെങ്കിൽ പാട്ടിക്ക് സിനിമ പറയുന്നത് ഭയങ്കര മോഹമായിരുന്നു. ഞങ്ങളുടെ ഫാമിലിയിൽ സിനിമയിൽ ആരുമില്ല, എന്റെ ജനറേഷനിലും ആരുമില്ല. പക്ഷെ എന്റെ പാട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്റെ അമ്മയ്ക്ക്. അപ്പൊ ചെറുപ്പത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ അമ്മ പറയും അമ്മയ്ക്ക് അഭിനയിക്കണമെന്ന് മോഹമായിരുന്നു എന്ന്. പക്ഷെ അവരൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ്, ബ്രാഹ്മീൻസ് ആണ്. തൃശ്ശിരാപ്പള്ളി ശ്രീരംഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ചതാണ്. അപ്പോൾ അവർക്ക് ഓപ്പൺ ആയിട്ട് ആരോടും പറയാനൊന്നും പറ്റില്ല. അപ്പോൾ പാട്ടിയുടെ എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും എൻ്റെ ഏർലി ഏജിലേ മരിച്ചു. അവര് അതെ, എൻ്റെ അമ്മയുടെ ഏർലി ഏജിൽ. അപ്പോൾ അമ്മയായിരുന്നു ഫുൾ ആ ഫാമിലിയെ നോക്കിയത്. അവർ 10 പേരാണ്, ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ അമ്മയാണ് പഠിപ്പൊക്കെ നിർത്തിയിട്ട് ഫുൾ കുക്കിങ്ങും ഒക്കെ ചെയ്തത്. അമ്മ ഫുൾ ആ ബേർഡൻ എടുത്ത് ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ സിനിമ ഭയങ്കര മോഹമായിരുന്നു. ഓരോരോ സിനിമയും കാണാൻ പോകും. അമ്മയുടെ ഫേവറേറ്റ് ആക്ട്രസ് നർഗീസാണ്, തമിഴിലെ സാവിത്രി അമ്മയാണ്. അപ്പോൾ ഞാൻ ഗർഭായ സമയത്തൊക്കെ അമ്മ പറയും ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. എന്റെ അമ്മ എന്നെ ഗർഭായ സമയത്ത് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് പറയും. അതെ, അപ്പൊ സിനിമയിൽ ഞാൻ അഭിനയിക്കണം എനിക്കൊരു ഓഫർ വന്നപ്പോ പാട്ടിയും താത്തയും എതിർത്തില്ല, അവർ സപ്പോർട്ടാണ് ചെയ്തത്. പിന്നെ താത്ത ഫുൾ പാട്ടിക്ക് എപ്പോഴും ഒരു പാട്ടി അത്രേ പഠിച്ചിട്ടുള്ളൂ, കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ വീട്ടിലത്തെ കാര്യങ്ങൾ മുഴുവനും പുറത്തേക്ക് ഒരു ബാങ്കിലേക്ക് പോവാണെങ്കിലും താത്ത ഒരു കോഫി ബോർഡിൽ വർക്ക് ചെയ്യായിരുന്നു. താത്ത എപ്പോഴും ട്രാൻസ്ഫർ ആയിരിക്കും, 2 ഇയേഴ്സ് കഴിഞ്ഞ ട്രാൻസ്ഫർ ആണ് ഓരോ സ്ഥലത്ത്. അപ്പൊ ഞങ്ങൾ 3 പെൺമക്കളെയും ആൺകുട്ടിയെ നോക്കിയിരുന്നത് പാട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബാങ്കിലേക്ക് പോവാ, അവിടെ എവിടെ പോകണം, എന്ത് പോകണം എല്ലാം ഒരു എന്താ പറയാ ഇതായിട്ട് അയച്ചു വിടും. അപ്പോൾ പാട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഈക്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു കപ്പിളായിരുന്നു. അപ്പൊ അതായിരിക്കും അങ്ങനെ നമുക്ക് സിനിമയുടെ ആ ഒരു റിലേഷൻഷിപ്പ് ജേർണി കിട്ടിയത് പാട്ടി മുഖാന്തരായിരിക്കും. സ്ട്രിക്റ്റ് പറഞ്ഞ എന്റെ അച്ഛനോട് എന്ത് വേണമെങ്കിലും പറയാം. സ്ട്രിക്റ്റും ആണ്, പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഇവരുടെ ഫാമിലി, നിങ്ങളുടെ ഫാമിലിയിൽ പൊതുവെ എല്ലാവർക്കും മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. എപ്പോഴും അറ്റ് സം പോയിന്റ് വീട്ടിൽ എന്തെങ്കിലും ഒരു മൃഗം, സ്ട്രേസ്, സ്ക്വിറൽസ് എന്തൊക്കെയാ അവർ വീട്ടിൽ വളർത്തിയിട്ടില്ല. എന്റെ ഓർമ്മ പണ്ട് ജൂലി എന്നുള്ള അച്ഛനുള്ള സമയത്തൊക്കെ ജൂലി ആയിരുന്നു. പക്ഷെ നമ്മൾ പുറത്ത് എന്തെങ്കിലും പ്രസവിക്കാൻ കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഭക്ഷണം അല്ലാണ്ട് റോട്ടിലൊക്കെ കിടക്കുകയാണെങ്കിലോ ഒക്കെ കൊണ്ടുവരും. ഞങ്ങളുടെ വീട്ടിലാണ് ഒരു കൊടയും ഒരു കുഴിയാക്കിയിട്ട് അതിനുള്ളിലാക്കിയിട്ട് അവർക്ക് ഫീഡിംഗ് ബോട്ടിലൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെയൊക്കെ അതേ സ്വഭാവം മകൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു 8-10 ഞങ്ങൾ വളർത്തിയിട്ടുണ്ട്.
അപ്പൊ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ കാറിന്റെ പിന്നാലെ അവരാണ് ഓടി വരിക. അതൊക്കെ എപ്പോഴും മറക്കാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ്രേഷനിലാണ് എൻ്റെ തുടക്കം ജീവിതം അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അച്ഛനും അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അറിയാലോ മുത്തച്ഛൻ്റെ കാര്യമില്ലേ? അതെ, ശുണ്ഠി മൂക്കത്താണ്. അത് നമുക്കറിയാം. അച്ഛൻ ഇങ്ങനെ കുളിച്ചു വരുമ്പോൾ ഈ നെഞ്ഞിങ്ങനെ ചൊക്കന്നിരിക്കും, നല്ല വെളുപ്പാണല്ലോ അച്ഛൻ. അപ്പൊ ഇവിടെ ഇങ്ങനെ റെഡിഷ് ആയി കണ്ടറിയാം അച്ഛന് ദേഷ്യം വന്നിരിക്കുന്നു അറിയാം. അത് ദേഷ്യം വരാൻ പെട്ടെന്ന് കാരണം ഒന്നും വേണ്ട, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത് അപ്പൊക്കെ നമുക്ക് ഭയങ്കര പേടിയാണ്. മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാരണം പ്രത്യേകിച്ചും ഞാൻ അച്ഛൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ നേരെ മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ അധികം അടുക്കളയുടെ സൈഡിലും ഒക്കെ ആയിട്ട് അമ്മമ്മയുടെ സാരി തുമ്പിലൊക്കെ പിടിച്ചിട്ട് അങ്ങനെയായിരിക്കും സംഭവം. കാരണം അച്ഛനെ പേടിയായിരുന്നു. കാരണം അച്ഛനെ എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അച്ഛൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, റിട്ടയർ ചെയ്തത് ജോയിന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ആയിട്ടാണ്. അപ്പൊ അച്ഛൻ BDO ആയിരിക്കുന്ന സമയത്തും വേറെ പല പോസ്റ്റിലിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത്, അന്നിങ്ങനെ ചില ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ കുറെ മറ്റേ വെജിറ്റബിൾസ് മറ്റേ കൊണ്ട് സോപ്പിടാൻ വേണ്ടിയിട്ട് വരും. അവര് വീട്ടിലിങ്ങനെ കുറെ എന്തൊക്കെയോ കൊണ്ടുവരും. കൊണ്ടുവന്ന് വെക്കുമ്പോൾ അച്ഛൻ അവരെയൊക്കെ ചീത്ത പറഞ്ഞ് ഓടിക്കുന്ന ഒരു സാധനം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഈ കള്ളത്തരം പാടില്ല എന്നുള്ള കാര്യം ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ച് കണ്ടു വളർന്നതാണ് അച്ഛൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ അച്ഛൻ്റെ ഒഫീഷ്യൽ ജീപ്പിൽ ഞങ്ങളെ ഒരിക്കലും കയറ്റിലായിരുന്നു. എൻ്റെ അനിയത്തിയും കയറ്റിലായിരുന്നു. വളരെ മേമയെ കയറ്റിലായിരുന്നു, എന്നെ മേമയും കയറ്റിലായിരുന്നു. കാരണം അച്ഛൻ അത് ഓഫീസിനുള്ളതാണ്. അത് മറ്റേത് വേണമെങ്കിൽ നമ്മൾ ടാക്സി പിടിച്ച് പോവാം, അല്ലെങ്കിൽ ബസ്സിൽ പോവാം. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത്, എനിക്ക് പണ്ട് മുതലേ അത് ഇപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, എനിക്ക് പൊതുവെ ഈ കാശിനോട് അങ്ങനത്തെ എനിക്ക് കണക്ക് പറയാൻ ഇപ്പോഴും അറിയില്ല. ഒരു കാര്യം ചോദിക്കാനും അറിയില്ല, പറയാനും അറിയില്ല. അപ്പൊ അത് കാരണം ഒരു പൈസ എന്നുള്ള സംഭവത്തിനോടുള്ള ഒരു ആർത്തി പണ്ട് മൂലേ ഇരിക്കാതെ ഉണ്ടായതിന് കാരണം മുത്തച്ഛനാണെന്നുള്ളതാണ്. അതിനൊരു നല്ലൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം റോഡിൽ കിടന്ന് കിട്ടിയ കുറച്ച് ചെറിയ പൈസ, കുറെ തുട്ടുകൾ, പൈസ തുട്ടുകൾ നമുക്ക് കിട്ടി. അന്ന് ഒന്നുമില്ല, 50 പൈസ 25 പൈസ അങ്ങനെ എന്താ കുറച്ച് തുട്ടുകൾ. അത് എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അത് കിട്ടി, റോഡിൽ വീണ് ആരുടെയോ കയ്യിൽ നിന്ന് വീണ് പോയത്. എന്നിട്ട് അപ്പൊ നമ്മുടെ നിലമ്പൂര് വീടുണ്ടല്ലോ, 5 മുറി വീടിന്റെ തൊട്ടപ്പുറത്ത് പുഴയല്ലേ, ചാലിയാർ പുഴയാണല്ലോ. അപ്പൊ ഞങ്ങളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ അവിടെ പോയി കളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അവിടേക്ക് ഒരു ഇറക്കമുണ്ട്, മറ്റേ ഒരു കുറെ സ്റ്റെപ്സ് ഉണ്ടല്ലോ പുഴയിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഞങ്ങളൊരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ, ഞാനിങ്ങനെ കാണുന്നുണ്ട് ദൂരത്ത് ആ സ്റ്റെപ്പിന്റെ അവിടെ അച്ഛൻ വന്നിട്ട് കൃഷ്ണേന്ദ്ര എന്നിങ്ങനെ വിളിക്കണു. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇങ്ങനെ കാണിച്ചതോടുകൂടി ഞാൻ ആ നനഞ്ഞ തുണിയൊക്കെ ആയിട്ട്, നനഞ്ഞ ട്രൗസറൊക്കെ ഇട്ടിട്ട് ആ തോർത്തൊക്കെ എടുത്തുകൊണ്ട് വേഗമാണ് ആ സ്റ്റെപ്പിന്റെ അവിടുന്ന് തുടങ്ങിയ അടിയാണ്. അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗംഭീര അടിയായിരുന്നു. ആ അടിച്ച് വലിച്ച് കൊണ്ടുപോയി എന്നെ വീട്ടിൽ വരെ അടിച്ചു, വീടെത്തുന്നവരെ അടിച്ചു. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ആ പൈസ അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത്. അവിടെ എത്തുമ്പോഴാണ് പറയണത് എന്താ ചെയ്തതെന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ പറഞ്ഞു ഇങ്ങനെ പൈസ ഇത് എവിടുന്ന് കിട്ടി പൈസ? അപ്പൊ ഞാൻ റോഡിൽ നിന്ന് കിട്ടിയതാണ്. അത് ഞാൻ എടുക്കേണ്ട കാര്യം എന്താ? അത് താൻ എടുക്കേണ്ട കാര്യം എന്താ? നീ എന്ന് വിളിക്കാറില്ല അച്ഛൻ ഒരിക്കലും. നമ്മുടെ വീട്ടിലാരും നീ എന്നുള്ള വിളിയില്ല. താൻ എടുക്കേണ്ട കാര്യം എന്താ? കാര്യമില്ല, ഞാൻ എടുത്തു പോയി. പക്ഷെ ആ പൈസ എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഇത് എവിടുന്ന് കിട്ടിയോ, എവിടുന്ന് ഞാൻ എടുത്തോ അവിടെ കൊണ്ട് തിരിച്ചെടിയിപ്പിക്കുന്നത് വരെ ആ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ മുത്തച്ഛന്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ അപ്പൊ അന്ന് മുതലേ എനിക്ക് പൈസയോടുള്ള അതൊരു വലിയ സംഭവമാണെന്നുള്ള തോന്നൽ പോവാൻ കാരണം മുത്തച്ഛനാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ മുത്തച്ഛൻ കണക്കിന്റെ കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്, വളരെ പ്ലാൻഡ് ആണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഒരു നമ്മൾ അറിയാതെ, അച്ഛൻ പോലും ഇത് ഞാൻ മകൻ പഠിക്കണം എന്ന് വെച്ച് ചെയ്തതായിരിക്കില്ല, നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ അൺഇൻറ്റൻഷനലി ചെയ്യുന്നതാണ്. കാരണം അവരുടെ സ്വഭാവമാണ്, അവരുടെ ബ്ലഡിലുള്ളതാണ് അത്. അപ്പൊ അത് ചെയ്ത് നമുക്ക് ആ സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കിയെങ്കിലും നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരൊറ്റ പോയിന്റ് നിന്ന് എനിക്ക് കിട്ടിയെന്നുള്ളതാണ് മുത്തച്ഛൻ്റെ കയ്യിൽ. അത് പക്ഷെ മുത്തശ്ശൻ ഇന്ന് ആ പറയുന്ന ആ പേഴ്സണാലിറ്റി ഉള്ള ആളേ അല്ല ഇന്നത്തെ മുത്തശ്ശൻ. അത് നിങ്ങൾ വളരെ സോഫ്റ്റ് ആണ്, വൾണറബിൾ ആണ് ഭയങ്കര. നമ്മുടെ ഒക്കെ മുമ്പില് ഗ്രാൻഡ് ചിൽഡ്രന്റെ മുമ്പിൽ ഭയങ്കര വൾണറബിൾ ആണ്. അത് പേരക്കുട്ടികൾ വന്നതിന് ശേഷമാണ്. എന്റെ മേമയുടെ കുട്ടികളും പിന്നെ നീയും വന്നതിന് ശേഷമാണ് അത് മുത്തച്ഛൻ വളരെ സോഫ്റ്റ് ആയത്. നമ്മളൊക്കെ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. അതുവരെ മുത്തച്ഛനെ ഒരു പേടി തന്നെയായിരുന്നു. അമ്മൂമ്മ അടിച്ചിട്ടേ ഇല്ല. അമ്മൂമ്മയുടെ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മൂമ്മയുടെ പോലെ പാവമായിട്ട് നമുക്കിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരിക എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നെ നല്ല വായനാശീലമായിരുന്നു അമ്മൂമ്മയുടെ. അതെനിക്ക് കിട്ടിയില്ല എന്ന് മാത്രം. അന്ന് നല്ല ആഴ്ചപ്പതിപ്പിൽ നല്ല MTD ഒക്കെ നോവലുകളൊക്കെ വായിച്ചിരുന്ന ഒരാളാണ് അമ്മ. അതാണ് ശരിക്കും പോസിറ്റീവായിട്ട് മുത്തച്ഛൻ്റെ അമ്മയുടെയെന്ന് എനിക്ക് കിട്ടിയതും പിന്നെ അമ്മയ്ക്ക് ആ ഫാമിലിയുടെ നിന്ന് കിട്ടിയത് ഇതുമാണ്.
നിങ്ങളുടെ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ ഒരു 4.5 ഇയേഴ്സിന് ശേഷമല്ലേ ഞാൻ ജനിച്ചത്. അതെ അതെ അതെ. അപ്പം നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ ജനിക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ. പക്ഷെ ഇന്ന് ആക്ച്വലി ഒരു 4.5 ഇയേഴ്സ് പോസ്റ്റ് വെഡിങ് ടു ഹാവ് എ ചൈൽഡ് ഒന്നും അത്ര വലിയൊരു ഒരു ടൈം ലൈൻ അല്ല. എന്നീ കുട്ടിയായില്ലേ നിങ്ങൾ ഓരോരുത്തർ ചോദിക്കുമ്പോഴുള്ള ടെൻഷനാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓഫ് കോഴ്സ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഉണ്ടായതിന് ശേഷം ആദ്യത്തെ ഒരു ഫ്യൂ ഇയേഴ്സ് ലുള്ള മെമ്മറീസ് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? ലൈക്ക് എനി ഡിഫൈനിങ് പാരന്റിങ് മൊമെന്റ്സ്? എന്നെ പ്രസവിച്ച ആ വിഷു ഇല്ലേ, അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഈ വിഷു കൈനീട്ടം കൊടുക്കല്ലേ, അപ്പൊ നീ കുഞ്ഞല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അച്ഛനാണ് രാവിലെ അത് കാണിച്ചിട്ട് ഉറക്കത്ത് കണിയൊക്കെ കാണിച്ച് ആ കയ്യിൽ ആ പൈസ കൊടുക്കുമ്പോ ഇങ്ങനെ പിടിച്ചോണ്ട് വിടില്ല. അതൊക്കെ ഇപ്പോഴും നമുക്ക് മെമ്മറിയിലുണ്ട്. പിന്നെ സദ്യ ഉണ്ടാക്കിയിട്ട് നമുക്കതൊരു ശീലമായിരുന്നു. ചെന്നൈയിലിരിക്കുമ്പോ തൊട്ട നെയ്ബേഴ്സിനെയൊക്കെ വിളിച്ച് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുക, അത് ആഘോഷിക്കുക. ഒരു ഓണം, വിഷും എല്ലാം നമുക്ക് ഒരിക്കലും ഫെസ്റ്റിവൽ, ദീപാവലി ഏതാണെങ്കിലും. എൻ്റെ ശരിക്കും അമ്മുവിൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളുള്ള പെട്ടെന്നുള്ള അടുത്ത കാലത്ത് നമ്മൾ ഈ ആൽബം ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ കണ്ടൊരു ഫോട്ടോ ആണ്. അമ്മുവിനെ ഒരു സീറ്ററിൽ നമ്മളിങ്ങനെ ഇരുത്തിയിട്ട് വെണ്ണയൊക്കെ കൊടുക്കുന്ന ഒരു ഫോട്ടോ അല്ലേ, ഇവിടെ കംപ്ലീറ്റ് വെണ്ണയായിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട് ഇങ്ങനെ. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പിറ്റേ ദിവസം ഞാൻ ദുബായിലോ എവിടെയോ ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോകുന്നതന്നായിരുന്നു. അപ്പോൾ അന്ന് രാത്രിയാണ്. അപ്പോൾ അമ്മൂനൊന്നും അറിയില്ലല്ലോ അവൾ. അപ്പോൾ എനിക്ക് എൻ്റെതെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എത്രയോ 2-3 ആഴ്ചത്തേക്ക് ഞാനില്ല. അപ്പോൾ അങ്ങനെ നിന്നെ വിട്ടിട്ട് പോകുന്ന ഒരു സമയമാണ് നീ ജനിച്ചതിന് ശേഷം. അപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ വന്നു. അമ്മൂനെ അത് കൊടുത്തിട്ട് നീ കുറച്ച് കഴിയുമ്പോൾ നല്ല ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു ഉറക്കം, ഇങ്ങനെയുള്ളൊരു മുഖഭാവമാണത്. അതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത്. പിന്നെ അമ്മൂനെ തേച്ച് കുളിപ്പിച്ചിരുന്നത് നമ്മൾ രണ്ടുപേരും കൂടെയാണ് മാറി മാറി കുളിപ്പിച്ചിരുന്നത് തന്നെ. അതൊക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. അത് പക്ഷെ ഒരു വല്ലാത്ത, അത് പക്ഷെ അങ്ങനെയല്ല, അത് ടെൻഷൻ തരുന്ന, അത് ടെൻഷൻ തരുന്ന ഓർമ്മയാണ്. നിനക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. അന്ന് ഞാൻ കാറ് വിട്ടിട്ട് നമ്മൾ ആ സവേര മറ്റേ മെറീന ബീച്ചിന്റെ സൈഡിൽ നിന്ന് നമ്മൾ വരികയാണ്. എന്നിട്ട് ആ ജെമിനി ഫ്ലൈ ഓവർ എത്താറായപ്പോഴാണ് എന്തോ ഒരു വണ്ടി ഫ്രണ്ടിൽ കൂടെ വരും, എന്തോ ആരോ ബ്രേക്ക് അടിക്കുക എന്തോ ചെയ്തപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടിച്ചില്ല. അന്നൊന്നും അത് സീറ്റ് ബെൽറ്റ് അത്ര നിർബന്ധമില്ലല്ലോ. അതാണ്. അപ്പൊ നീ ഫ്രണ്ട് സീറ്റിലേ ഇരിക്കുള്ളൂ എൻ്റെ കൂടെ. അതുകൊണ്ട് അമ്മയെ ബാക്ക് സീറ്റിലാക്കിയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യണു, നീ ഫ്രണ്ട് സീറ്റിൽ നിൽക്കുകയാണ്. കാരണം അത്രയല്ലേ വലുപ്പമുള്ളൂ. അങ്ങനെ നിന്നപ്പോഴാണ് അന്ന് ഡാഷ് ബോർഡ് എന്തോ കേടുവന്നിരുന്നു. അപ്പോൾ ഡാഷ് ബോർഡ് ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഡാഷ് ബോർഡ് ഞാൻ ബ്രേക്ക് അടിച്ചതും പിന്നെ നീ ഇങ്ങനെ വീഴുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ചോര വരുന്നു നിന്റെ ഇവിടുന്ന് ഇങ്ങനെ. ഞാൻ വെച്ചാൽ കണ്ണിൽ കുത്തി, കണ്ണ് പോയി എന്നുള്ളതാണ് എൻ്റെ. ആ ഒരു സെക്കൻഡ് ആ ജെമിനി ഫ്ലൈ ഓവറിന്റെ അവിടെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് കണ്ണിന്റെ തൊട്ടിവിടെയായിരുന്നു കുത്തിയത്. അതെനിക്ക് മറക്കാനേ പറ്റില്ല. നിന്നെ കൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്തതിന്റെ മറക്കാൻ. എന്നിട്ട് ഞാൻ ഫൈനലി നമ്മള് പ്രോബബ്ലി ഒറ്റക്കുട്ടി ആയതുകൊണ്ടാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് എന്നാലും നമുക്ക് വല്ലാത്തൊരു ക്ലോസ് നെറ്റ് ക്ലിങ്ങി നേച്ചർ ഉള്ള ഫാമിലി ആണല്ലോ. നമ്മൾ ഡെയിലി ഒരു 5-6 തവണ സംസാരിക്കുക. ഞാൻ ബാംഗ്ലൂരിൽ ജോലി എടുക്കുകയാണെങ്കിലും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ആദ്യമായിട്ട് ഞാൻ 2008 ഹോസ്റ്റലിലേക്ക് വീട് വിട്ട് പോവുകയാണല്ലോ. അത് ഇൻഫാക്ട് ഒന്നുമല്ല, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്തേക്ക് പോയി. ഇനി ഞാൻ ഡെയിലി ഉണ്ടാവില്ല, ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ നമ്മൾ കാണുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നിട്ടും വന്ന് ഹോസ്റ്റലിൽ നിങ്ങൾ എന്നെ കൊണ്ടാക്കിയിട്ട് പോയാൽ ഭയങ്കര ധൈര്യമായിട്ടിരുന്ന എന്നെ പറഞ്ഞ കൊണ്ടുപോകാൻ ധൈര്യമായിട്ടിരുന്നത് മുഴുവൻ ആരാണറിയോ? മിസ്സസ് കൃഷ്ണചന്ദ്രനാണ്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു ഇതൊക്കെ ബോൾഡ് ആയിട്ടിരിക്കണ്ടേ, ശനിയും ഞായറും കാണല്ലേ, എന്താ ഇപ്പൊ ബോൾഡ് ആയിട്ടിരിക്കും, നമുക്കെല്ലാം റെഡി ആക്കിയിട്ട് വരാം, അവള് ഇവിടെ തന്നെയല്ലേ ഹോസ്റ്റലിൽ അങ്ങനെ പറഞ്ഞിട്ടാ നമ്മള് പോയത്. പിന്നെ അവിടെ സീൻ എന്തായിരുന്നു? അവിടെ എത്തി നീ നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് പറഞ്ഞു, വായി പറഞ്ഞു. പിന്നെ കാർ അങ്ങോട്ട് വിട്ടതേ ഉള്ളു. അവിടുന്ന് മറ്റേ അമൃതപുരി ക്യാമ്പസിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ തുടങ്ങിക്കാണ്. അത്രയും നേരം ഞാൻ ധൈര്യമായിട്ടിരുന്ന മനുഷ്യനോട് ഒരൊറ്റ കരച്ചില്ല. അപ്പൊ അത്രേ ഉള്ളു സംഭവം. അപ്പൊ ഇതിപ്പോ എല്ലാ കാര്യത്തിലും അത്രേ ഉള്ളൂ സത്യത്തിൽ. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ടാവും ഈ കുട്ടികള് അങ്ങനെ വിട്ടുപോകുമ്പോ. അത് ഞാനിപ്പോ ആലോചിക്കുകയാണ് 1980 ആദ്യമായിട്ട് ഞാനൊക്കെ വിട്ടുപോയതിന്റെ ആ സമയത്ത് അച്ഛനും അമ്മയും ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് എനിക്ക് ആ സമയത്ത് അതിനെ പറ്റിയൊന്നും ചിന്തയില്ല. കാരണം ആ സമയത്ത് നമ്മൾ ഫുൾ സിനിമയിൽ ഇങ്ങനെ ആ പാട്ട് പാടിയിട്ട് വരണം, അല്ലെങ്കിൽ ആ സിനിമ ഫീൽഡിൽ ഉണ്ടാവണം എന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നു. എന്റെ അമ്മയ്ക്ക് അതുണ്ടായിരുന്നു. ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ മൂകാംബിന്ന് എന്റെ അമ്മയുടെ ഒറ്റ കരച്ചിൽ, നിശബ്ദതയായിരുന്നു. അപ്പൊ അമ്മയുടെ ഒരു വെളി. പക്ഷെ ഞാനും അമ്മയും അത്രയും ക്ലോസ് ആയിരുന്നു. അമ്മയുടെ തുമ്പത്ത് പിടിച്ചോണ്ട് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞാൻ എന്റെ മകളാണ്, ഞാൻ ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്ന ഈ വ്യക്തി വലുതാകുമ്പം ഇന്ന തരത്തിലായിരിക്കണം, ഓർ ഇന്ന ഒരു പ്രൊഫഷനിലായിരിക്കണം, ഓർ എന്താ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ആ ഒരു വിഷൻ എന്തായിരുന്നു? അല്ല അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എനിക്കുണ്ട് ചില കാര്യങ്ങളുണ്ട്. എനിക്ക് അങ്ങനെയൊന്നല്ല. എനിക്ക്
അമ്മ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യാത്ത സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നില്ല അല്ലെ? സാധാരണഗതിയിൽ പല അച്ഛനമ്മമാരും മടിക്കുന്ന സബ്ജക്റ്റുകൾ വരെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ചിലതിനൊക്കെ നമ്മൾ എതിരഭിപ്രായം കൂടി ഉണ്ടായിരിക്കും. എനിക്ക് വേറെ അഭിപ്രായമായിരിക്കും, എനിക്ക് വേറെ അഭിപ്രായം, അമ്മയ്ക്ക് വേറൊരു അഭിപ്രായം. ഡിസ്കസ് ചെയ്യുമല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മുടെ എതിരഭിപ്രായം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ലോകമായിട്ട് മുന്നോട്ട് പോകും. ഒരേ അഭിപ്രായമുള്ളവർ അയക്കണം എന്നില്ല. കല്യാണം കഴിച്ച് ജീവിക്കുന്നവരും അതെ, മകളായാലും ശരി മകനായാലും ശരി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നീ ചോദിച്ച ചോദ്യത്തിന് മകൾ എന്തായിട്ടാവണം എന്നുള്ളതായിരുന്നു. ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങി. 18ാമത്തെ വയസ്സിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വിഷുവിനാണ് എൻ്റെ ആദ്യത്തെ പടം റിലീസ് ചെയ്യുന്നത്. രഥനിർവേദം റിലീസ് ചെയ്യുന്നത് 1978 വിഷുവിനാണ്. 39 ഇയേഴ്സായി ഞാൻ ഫീൽഡിൽ വന്നിട്ട്. അതെ അതെ. അപ്പൊ അന്ന് മുതൽ ഞാൻ കാണുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടതും സിനിമയായിട്ട് ബന്ധപ്പെടാത്തതും കുറേ വലിയ ആൾക്കാരെയൊക്കെ കാണാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര പഠിപ്പുള്ളവർ, ഭയങ്കര പൊസിഷനിലുള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പഠിപ്പുമില്ലാതെ നമുക്ക് ചായ തരാൻ വരുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ ഭയങ്കര പഠിപ്പുള്ള പലരും വളരെ മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. വളരെ ഒരു പഠിപ്പുമില്ലാത്ത ആൾക്കാർ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന കണ്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നുള്ളതല്ല, ഞാൻ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നതല്ല. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വന്നതാണ് നമ്മുടെ കുട്ടി, നമ്മൾക്ക് നമ്മുടെ ഒരു മകളുണ്ടാവുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും എങ്ങനെയാണ് ലോകത്തിന് മുമ്പിൽ വേണ്ടത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ മകൾ എന്താവണമെന്ന് ഏറ്റവും നല്ല എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ മറ്റതൊക്കെ നിന്റെ ഇഷ്ടമാണ്, നിന്റെ മകളുടെ ഇഷ്ടമാണ്, നിന്റെ ഇഷ്ടമാണ്, എന്താവണം, എന്ത് പൊസിഷനിൽ വരണം, എന്ത് ജോലി സെലക്ട് ചെയ്യണം, എന്ത് പ്രൊഫഷനിൽ വരണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് നല്ല ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം, നല്ല പെരുമാറ്റമായിരിക്കണം. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ വീട്ടിൽ വന്ന പല ഗസ്റ്റുകളും പറയാറുണ്ട്, പല വീടുകളിലും പോയ ചെറിയ കുട്ടികൾ, അന്നത്തെ കുട്ടികൾ, നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ, അവർ പലരും അവരുടെ റൂമിൽ അവരുടെ കമ്പ്യൂട്ടർ കളികളായിട്ടും മറ്റേതായിട്ടും അങ്ങനെ ഇരിക്കും. പക്ഷെ നീ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ പഠിപ്പിച്ചതാന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ നീ വരുന്ന ഗസ്റ്റുകളോടൊക്കെ നല്ലോണം പെരുമാറുമായിരുന്നു, അവർക്കുള്ള കാപ്പി കൊണ്ട് കൊടുക്കുമായിരുന്നു. അവരുടെ എന്തിനും നമ്മൾ അമേരിക്കൻ പ്രോഗ്രാമായപ്പോ സുകുമാരി ചേച്ചിയുടെ കാര്യങ്ങൾ മുഴുവൻ സ്റ്റേജിന്റെ മേലിൽ നോക്കിയിരുന്നത് നീയല്ലേ? ആ ഓരോ ഡാൻസിന്റെ ഇടയിലും ഓരോ പാട്ടിന്റെ ഇടയിലും സുകുമാരി ചേച്ചിയുടെ ഓരോ കാര്യങ്ങളും അവരിപ്പോഴും പറയാറുണ്ട്. അമ്മുവിനെ കുറിച്ച് ചോദിക്കാം, മരിക്കുന്നതിന് മുമ്പേ കൂടി ചോദിക്കായിരുന്നു അമ്മു എങ്ങനെയുണ്ടെന്ന്. പിന്നെ അമ്മുവിന് ഓർമ്മയില്ലേ എക്സാം സമയത്തൊക്കെ ഏതെങ്കിലും ഒരു അമ്മ പറയോ കൂടുതൽ പഠിക്കണ്ട, ബോർഡ് എക്സാം തുടങ്ങുന്നതിന് മുന്നേ മാത്സിനൊക്കെ ഞാൻ ടെൻഷൻ അടിച്ച് പഠിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് പാസ്സാണ് മാത്സിൽ. ബോർഡ്സിൽ 33 മേടിച്ച് പാസ്സായ 12th. അതിന് മുന്നേ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ 12th അതൊന്നും അതല്ല ഇപ്പോഴത്തെ കാര്യം. ഞാൻ 12th മഹാ ബോറായിരുന്നു പഠിപ്പിൽ എന്തായാലും. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും പാസ്സാവാൻ വേണ്ടി റൂമിൽ നിന്ന് പഠിക്കുമ്പോൾ ഒരു 5 മിനിറ്റിന് കൂടുതൽ ഞാൻ മുറിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മ വന്നിട്ട് മതി ബ്രേക്ക് എടുക്കാം. എന്നിട്ട് അവിടെ ബ്രേക്ക് എടുക്കുന്നത് 2 മണിക്കൂറിനായിരിക്കും 5 മിനിറ്റ് പഠിച്ചതിന്. കംപ്ലീറ്റ്ലി ഡീമോട്ടിവേറ്റ് ചെയ്ത ആളാണ്. അങ്ങനത്തെ ഡീമോട്ടിവേഷൻ അല്ല അത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പഠിപ്പിൽ കൂടെ മാത്രം ഉണ്ടാക്കേണ്ടതല്ല മനുഷ്യന്റെ ഒരു സ്വഭാവം, ഒരു നല്ല പെരുമാറ്റം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒരു ഡിഗ്രി കൂടെ ഒരു സ്കൂൾ പഠിപ്പിലൂടെ മാത്രമല്ല. അങ്ങനെയാണ്. ഞാനൊക്കെ എന്ത് നന്നായിട്ട് പഠിച്ചിരുന്ന ആളാണ്. അങ്ങനെ ചെയ്തതുകൊണ്ട് നീ നിന്റെ പാത്ത് എടുത്തിട്ട് നീ അതിൽ ഷൈൻ ചെയ്ത് നന്നായിട്ടല്ലേ. ഞാൻ 6ാം ക്ലാസ് വരെ എത്ര നന്നായിട്ട് പഠിച്ചിരുന്ന ആളാണ്. ഞാൻ ആദ്യമായിട്ട് ചെന്നൈയിൽ ഒരാഴ്ച വരെ നമ്മുടെ ഒരു റിലേറ്റീവിന്റെ കല്യാണം, സുധ ചേച്ചിയുടെ കല്യാണത്തിന് പോയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ വന്നിറങ്ങിയ ദിവസം നിലമ്പൂർ സ്കൂളിൽ എനിക്ക് പരീക്ഷയായിരുന്നു. ഏറ്റവും അധികം ആദ്യമായിട്ട് ഞാൻ അതുവരെ നല്ല മാർക്ക് വാങ്ങിയിരുന്ന ആൾ ആദ്യമായിട്ട് വലിയ 0 വാങ്ങിയത്. അതിനുശേഷമാണ് 0 വാങ്ങുന്നത് ഒരു നല്ല ഒരു ഗംഭീര സംഭവമാണെന്ന് മനസ്സിലായത്. അങ്ങനെ അതിനുശേഷമാണ് പാട്ടിനോടൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റും. കാരണം നമ്മൾ ഇത് മാത്രമല്ല, പഠിപ്പ് മാത്രമല്ല എന്നുള്ള ഒരു സംഭവത്തിലേക്ക് കയറിയതൊക്കെ ആ സമയത്താണ് എൻ്റെ ഓർമ്മ. അത് കാരണം നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ടുണ്ട് നീ എന്നാണ് എൻ്റെ അഭിപ്രായം. അത് കണ്ടിന്യൂ ചെയ്യാം. അച്ഛൻ 1978 ഇൻഡസ്ട്രിയിലേക്ക് വന്നു. അമ്മ 79 അമ്മ അഭിനയിക്കാൻ തുടങ്ങി. എന്നിട്ട് ഓൾമോസ്റ്റ് അമ്മ ഒരു 7 ഇയേഴ്സ് ഉണ്ടായിരുന്നു. 7 to 8 years. എന്നിട്ട് ആ 7 ഇയേഴ്സിൽ അമ്മ 100 മൂവീസ് ചെയ്തു. 100ാമത്തെ മൂവി അഭിനയിച്ചു കഴിഞ്ഞിട്ടാണ് നിന്റെ അമ്മ എന്നെ ഓൾമോസ്റ്റ് ലൈക് 12 ഫിലിംസ്. മെന്റലി കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു മാത്തമാറ്റിക്സ്. അപ്പോൾ ഓൾമോസ്റ്റ് 12 ഫിലിംസ് എ ഇയർ അമ്മ ഹീറോയിൻ ആയിട്ട് ചെയ്തത് വളരെ കുറവാ. ക്യാരക്ടർ റോൾസ് ഒരുപാട് ചെയ്തു. അപ്പൊ എല്ലാവരുടെ സിനിമയിലും ഞാൻ തമിഴായിരുന്നു ഒരു 10-25 പടം ചെയ്തു. പക്ഷെ തമിഴില് ഒരുപാട് എല്ലാ ക്യാരക്ടർ റോൾസും അധികം ഉണ്ടാവും. എന്റെ പേര് എല്ലാ പടത്തിലും ഞാൻ വേണമെന്നുള്ളത് ഒരു നിർബന്ധമായിരുന്നു. എന്ന് വെച്ചാൽ കോമഡി ക്യാരക്ടറും ചെയ്യും, എല്ലാം മിക്സഡ് ആയിട്ട് ചെയ്യും. നിങ്ങൾ അന്നത്തെ ആ ഒരു അമ്മയാണെങ്കിലും ആ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ അച്ഛൻ
ഒരുപാട് ബ്രില്യൻ ടെക്നീഷ്യൻസിന്റെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ബി ഇറ്റ് ഡയറക്ടർ ഓർ എഡിറ്റർ, മ്യൂസിഷ്യൻസ് എല്ലാരായാലും. ശ്രീനിവാസൻ തമിഴിലാണെങ്കിൽ അമ്മ ഇഷ്ടം പോലെ. ഏറ്റവും വലിയ ശിവാജി ഗണേശന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഞാനാണെങ്കിൽ നസീർ സാറിന്റെ കൂടെ, നമ്മുടെ നസീർ സാറിന്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരുണ്ട്. പിന്നെ സോമേട്ടൻ, സുകുമാരേട്ടൻ, ശങ്കരാടി ചേട്ടൻ, കുതിരവട്ടം പപ്പു ചേട്ടൻ, ബാസിയേട്ടൻ, ബഹദൂറിക്ക, മ്യൂസിഷ്യൻസ് ആണെങ്കിലും കബീർ പനമ ചേച്ചി, മീനാമ്മ, ലളിത ചേച്ചി, സുകുമാരിയമ്മ. പിന്നെ ഡയറക്ടേഴ്സിന്റെ പറയുകയാണെങ്കിൽ ശശിയേട്ടൻ, ഭരതേട്ടൻ, ആർക്ക് വിശ്വനാഥൻ, തമിഴിൽ മഹേന്ദ്രൻ, ദ്വരസാർ. അല്ല, ഞാനപ്പോ ആലോചിക്കുന്നത് അന്നത്തെ രീതി, അന്നത്തെ ഒരു സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിങ്ങില് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടി അഭിനയിച്ച, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെറ്റിലേക്ക് പോകാൻ ഒരുപാട് പേടിച്ചു, കാരണം ഈ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ടറുടെ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് ചാലഞ്ച് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം അവര്. ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? എനിക്ക് പറയുകയാണെങ്കിൽ ഡയറക്ടർ മഹേന്ദ്രന്റെ കാര്യം പറയണം. തമിഴിൽ നെഞ്ചത്തേക്കില്ലാതെ, മുള്ളും മലരും, ഇങ്ങനത്തെ നല്ല നല്ല ക്ലാസ് മൂവികൾ എടുത്തിട്ടില്ല. അയ്യോ, ആ ഡയറക്ടറുടെ പടം ഞാൻ നെഞ്ചത്തേക്കില്ലാതെ ഗസ്ട്രോലി ചെയ്തിട്ടില്ല. സുഹാസിനിയുടെ ആദ്യത്തെ മൂവിയാണ്. ക്ലൈമാക്സിൽ വരുന്ന ഹീറോയിന്റെ വൈഫായിട്ട്, അപ്പോൾ നായകന്റെ. അപ്പോൾ അത് ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മൾ സാധാരണ തമിഴ് സിനിമയിലെ കുറച്ച് നമ്മളിങ്ങനെ ഇതായിട്ട് അഭിനയിക്കണം കുറച്ച്. അപ്പൊ ഇതിൽ ഞാൻ അതുപോലെ തന്നെ മൈൻഡിൽ പ്രിപ്പയർഡ് ആയിട്ട് ഞാൻ അങ്ങനെ പോയതാണ്. പക്ഷെ ആദ്യമായിട്ട് ഒരു ഡയറക്ടർ പറയാണ്, മഹേന്ദ്രൻ പറയാണ്, നടിക്കവേ വേണ്ട, நீ பிஹேவ் பண்ணா நீங்க போதும், நடிக்காதீங்க, விட்டுடுங்க, ஜஸ்ட் நீங்க சாதாரணமா அந்த புருவத்தெல்லாம் தூக்காம எப்படி கேட்பீங்க, അതെല്ലാം അതൊക്കെ ഞാൻ അന്ന് പഠിച്ചു. അങ്ങനെ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാ അഭിനയിക്കുക എന്നുള്ളത് അതിലാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. രണ്ട് സിനിമയിലും അഭിനയിച്ചു, രണ്ടിലും സെയിം പാറ്റേൺ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അഭിനയിച്ച് ഇവിടെ വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് മാറും നമ്മുടെ അഭിനയം, വേ ഓഫ്. പിന്നെ ബാലുമേന്ദ്രയുടെ ക്യാമറാമാൻ ബാലുമേന്ദ്ര ഡയറക്ടർ ചെയ്ത സിനിമയിലും അഭിനയിച്ചു. അത് എച്ചിലിരവുകളാണ്, ക്യാമറയാണ്. അതെ, എച്ചിലിരവുകളാണ്. അപ്പൊ അത് വന്നിട്ട് സ്ട്രീറ്റിൽ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ജീവിതം. അതെ അതെ. അതിൽ വന്നിട്ട് ഞാൻ ഭയങ്കര എന്താ വെച്ചാൽ, ഞാൻ സാധാരണ സെറ്റിൽ പോകുമ്പോൾ എന്താ കാരണം ചോദിച്ചാൽ, ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോകുന്ന ആളാണ്. അവിടെ പോയിട്ട് എല്ലാം റെഡി ആയിട്ട് വന്ന് നൈറ്റാണ്, ഫസ്റ്റ് ഷൂട്ടേ നൈറ്റിലാണ്. അപ്പൊ സാറിങ്ങനെ വന്നിരുന്നപ്പോ എങ്ങനെ കണ്ടു എന്നാ ചോദിച്ചു, എല്ലാം തുടച്ചിട്ട് പറഞ്ഞു, എല്ലാം തുടച്ചിട്ട് മൂഞ്ചിലെ എണ്ണയെ തേച്ചിട്ട്. അതല്ല അല്ല, എന്റെ അടുത്ത് കഥ പറഞ്ഞപ്പോ അങ്ങനെയല്ല പറഞ്ഞത്. കുറച്ചും കൂടി ഈ സ്ത്രീക്ക് ഡ്രസ്സിംഗ് ഒക്കെ ഇഷ്ടമാണ്. എവിടെങ്കിലും എന്തെങ്കിലും ക്രീമോ കളയില്ലേ, അതൊക്കെ എടുക്കുന്ന സ്ത്രീയാണ്. അപ്പൊ അവർക്ക് കുറച്ച് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അവർക്ക് ജീവിക്കാൻ മോഹമുള്ള, നല്ല രീതിയിൽ ജീവിക്കണമെന്ന് മോഹമുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച കുറച്ചെന്തെങ്കിലും ചെയ്തിട്ട് പോവാന്ന്. എല്ലാം പോയി തുടച്ചിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് വന്ന് നിക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മള് സ്ക്രീനിലാ കാണുമ്പോ എത്ര ആ പാട്ട് സീനിൽ കാണുമ്പോ എന്തൊരു രസാ കാണാൻ. അത് എന്തിനാ മേക്കപ്പ്? അപ്പൊ അങ്ങനത്തെ ക്യാമറമാൻ വർക്ക് ചെയ്യുമ്പോൾ മേക്കപ്പ് ആവശ്യമില്ല. അത് അവരുടെ രീതിയിൽ വിട്ടുകൊടുത്താൽ മതി. നമ്മൾ അവരുടെ കയ്യിലത്തെ ടൂൾ ആയിട്ട് മാറി. ചില ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെയും ഒക്കെ തന്നെ കാര്യങ്ങൾ അങ്ങനെയല്ലേ. പക്ഷേ നമ്മൾ അവരുടെ കയ്യിലത്തെ ടൂളായിട്ട് മാറിയാൽ മതി. അല്ലാണ്ട് നമ്മൾ കൂടുതൽ സാധനങ്ങളൊന്നും ഉണ്ട്. എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ട് രാജാ സാറിന്റെ അടുത്ത്. രാജാ സാറിന്റെ ആ സമയത്ത് 82-ലാണല്ലോ എന്നെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, കോഴിക്കോടിലത്തെ. അതിനുശേഷം ഞാനിങ്ങനെ ഒരുമാതിരി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട യുവ ഗായകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറെ പാട്ടുകാരിൽ. അപ്പൊ അങ്ങനെ ഒരു പാട്ട് ഞാനും SB ശൈലജയും കൂടി പാടിക്കൊണ്ടിരിക്കുക, രാജാ റാണി രാജ്യം എന്ന് പറയുന്ന പാട്ട്. അപ്പൊ അതിന്റെ ചരണം, ആദ്യത്തെ ചരണത്തിലെത്തിയപ്പോ ഇത് നമ്മൾ വിത്ത് ഓർക്കസ്ട്ര പാടുകയാണ്. വിത്ത് ഓർക്കസ്ട്ര പാടാന്ന് വെച്ചാൽ ട്രാക്ക് എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ രാജാ സാർ ചെയ്യില്ല, അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു 10-60 വയലിൻ, ഇങ്ങനെ ഒരു ഫുൾ ടീം പ്രസാദ് സ്റ്റുഡിയോയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും, അപ്പൊ അടുത്ത ടേക്ക് ആവും. അപ്പൊ ഒരു 7 ടേക്കായി, 8 ടേക്കായി, 9 ടേക്കായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരുമിച്ച് നമ്മൾ വിത്ത് ഓർക്കസ്ട്ര പാടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരേ പാട്ട് തന്നെ നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയകൾ തോന്നാൻ തുടങ്ങും. നമ്മൾ സ്റ്റേജിലൊക്കെ ചെയ്യുന്ന പോലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ചരണത്തിന്റെ ആദ്യത്തെ 4 വരി ഏകദേശം ഒരേ ട്യൂണാ. ഇതാണ് ട്യൂണ്. അപ്പൊ ഞാൻ 4-ാമത്തെ വരിയിൽ ചെറിയൊരു ചേഞ്ച് കൊടുത്ത പാടിക്കൊണ്ടു കാട്ടുന്നൊരു ശബ്ദം, സ്റ്റുഡിയോ മുഴുവൻ നിശബ്ദം. അപ്പൊ അന്നെന്ന് വെച്ചാൽ എല്ലാവരും ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടാവല്ലോ വയൽ. അപ്പൊ നോക്കുമ്പോ ഞാൻ നോക്കിയപ്പോ രാജാ സാർ കട്ട് ചെയ്തിട്ട് മൈക്കിൽ ഇങ്ങനെ പറയാണ് എൻ്റെ അടുത്ത്,
കൃഷ്ണചന്ദർ എന്നാണ് എന്നെ തമിഴിൽ അറിയപ്പെടുന്നത്, കൃഷ്ണചന്ദ്രൻ എന്നല്ലല്ലോ, കൃഷ്ണചന്ദർ. തമിഴിലാണ് പറഞ്ഞത്, ഈ സംഗതിയൊക്കെ ഞാൻ കുറെ പാട്ടുകൾ ഇട്ടതാണ്, നീ പുതുതായിട്ടൊന്നും പാടണ്ട, പറഞ്ഞു തന്നെ അങ്ങോട്ട് പാടിയാൽ മതി മര്യാദയ്ക്ക്. അതോടുകൂടി എന്റെ കംപ്ലീറ്റ് ഫ്യൂസ് പോയി. ഞാൻ കംപ്ലീറ്റ് മൂഡ് ഔട്ടായി. എനിക്ക് കാരണം ഇത്രയും പേര് കേട്ടതല്ലേ. അപ്പോൾ ഞാൻ ശരി സാർ, ഓക്കെ സാർ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ എന്നിട്ട് പാടാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ എൻ്റെ സൈഡിൽ കൂടെ കാണുന്നുണ്ട് ആരും ഇങ്ങനെ നടന്നു നിൽക്കുമ്പോൾ ശൈലജ എന്നെ സമാധാനിപ്പിക്കാൻ പറ്റും. കാരണം ശൈലജ 16-ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന്റെ ചീത്ത കേൾക്കാൻ തുടങ്ങിയതാണ് പാടാൻ തുടങ്ങി. ശൈലജ പറഞ്ഞു ഞാനൊക്കെ കുറെ കേട്ടിട്ടുള്ളതാണ്, ധൈര്യമായിട്ട് ധൈര്യമായിട്ട് പാടാത്തത് മൂഡ് ഔട്ട് ആവാൻ പാടില്ല. പക്ഷെ ഇപ്പോഴും ആ പാട്ട് എനിക്ക് റേഡിയോയിൽ വരുമ്പോൾ, തമിഴ്നാട് റേഡിയോന്ന് കേൾക്കുമ്പോൾ എനിക്കറിയാം ഞാനൊരു വിഷമിച്ച് പാടിയത് ശരിക്കും അതിൽ കേൾക്കുമ്പോൾ എന്റെ ശബ്ദം ഒരുതരം അടഞ്ഞിട്ട് ഞാൻ പിന്നെ അത് എങ്ങനെയോ പാടി ഒപ്പിച്ചിരിക്കുകയാണെന്നുള്ളത് മാത്രം എനിക്ക് ശരിക്കും കേട്ടാൽ അറിയാം. പക്ഷെ ചില പാട്ടില് സംഗതി ഇട്ടപ്പോ അല്ല അതേ രാജാ സാറ് ഇത് വേറെ 1-2 പാട്ടിൽ ഇതേമാതിരി അത് അദ്ദേഹത്തിന്റെ അന്നത്തെ മൂഡായിരുന്നിരിക്കാം. വേറൊരു പാട്ടിൽ ഞാൻ ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടൊരു സാധനം മാറ്റിയപ്പോ അത് പറഞ്ഞ കൃഷ്ണചന്ദ്ര ரொம்ப நல்லா இருக்கு அப்படியே പാടിയിടുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ അന്നത്തെ മൂഡായിരിക്കും. പക്ഷെ ഞാൻ പറയും ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ടൂളായിട്ട് നമ്മൾ നിന്ന് കൊടുത്താൽ തന്നെ മതി. അല്ലാതെ കൂടുതൽ MS വിശ്വനാഥന്റെ കാര്യം ജയേട്ടനൊക്കെ പറയാറുണ്ട്. അവര് ഒരു പല്ലവി നമുക്ക് പഠിപ്പിച്ചു വരുമ്പോ ഒരു 50 സംഗതി പാടിത്തരുന്നു. അതിലൊരു 4-5 മര്യാദയ്ക്ക് പാടിയാൽ തന്നെ ആ പാട്ട് ഹിറ്റാണ്. അപ്പൊ അവരുടെ കയ്യിൽ നമ്മൾ അവരെ മോൾഡ് ചെയ്യാൻ നമ്മൾ നിന്ന് കൊടുത്താൽ മതി. അവരെ മോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ നിന്ന് കൊടുത്താൽ മതി. നമ്മൾ ഓവർ സ്മാർട്ട് ആവാതിരുന്നാൽ. ശങ്കരാടി അങ്കിളൊക്കെ അഭിനയിക്കുമ്പോ അയ്യോ അവർ അച്ഛനാണെങ്കിൽ അച്ഛൻ കരയണമെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കരയും ഒപ്പം വരുന്നിട്ട്. അദ്ദേഹം കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ നമുക്കതൊക്കെ ഇപ്പൊ നമുക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ കാണുമ്പോ ഒരേ ഫ്രെയിമിൽ നിൽക്കുന്ന ഒരു 15 പേര് നമ്മൾ ഇവരുടെയൊക്കെ കൂടെ അഭിനയിച്ചിട്ടുള്ളതാണ്. അവരാരും ഒന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോ നമുക്ക് ചില സമയത്ത് വല്ലാത്തൊരു നഷ്ടബോധം തോന്നാറുണ്ട്. പക്ഷെ അവരുടെ ആർട്ട് മറക്കാനേ പറ്റില്ല. കാരണം എല്ലാരും അതെ അതെ സത്യമായി നമ്മൾ അതിനൊക്കെ ഒരു ഭാഗ്യാണ്. ജനറേഷന്റെ കൂടെ യേശുദാസ്, പ്രേം നസീർ, സുശീല അമ്മ. അച്ഛൻ പറഞ്ഞിട്ടില്ലേ അനിയത്തി പ്രാവിന്റെ ഡബിങ്ങിന്റെ സമയത്ത് അച്ഛൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ ബുദ്ധിമുട്ടിയ ഒരു സീക്വൻസ്. അത് ഡയറക്ടർ ഫാസിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ 2 സിനിമ ഡബ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് എന്നെന്നും കണ്ണേട്ടന്റെ, അതൊരു ഓസ്ട്രേലിയയിൽ നിന്ന് വന്നുള്ള ഒരു പയ്യന് വേണ്ടിയിട്ട്. പിന്നെ കുഞ്ചാക്കോ ബോബൻ ശരിക്കും പുള്ളി ആ സിനിമയ്ക്ക് എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കണമെന്ന് പ്ലാൻ ചെയ്തിരുന്നത് അല്ല എന്നാണ് എൻ്റെ അടുത്ത് പിന്നീട് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് എനിക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ അതിന് കിട്ടിയെങ്കിലും അത് അതിന് എൻ്റെ തലയ്ക്ക് വെച്ചിട്ടുള്ളതായിരുന്നു. എൻ്റെ യോഗം എനിക്ക് ചെയ്യാനുള്ളതായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. അത് ശരിക്കും ഒരു 10-16 പേരെ കൊണ്ട് വോയിസ് ടെസ്റ്റ് ഒക്കെ നടത്തിയതാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് റിലീസിന്റെ ഒരാഴ്ച മുമ്പെയാണ് പെട്ടെന്ന് എന്നാൽ പാച്ചിക്കേക്ക് എന്തോ ശരിയായില്ല എന്ന് തോന്നിട്ട് എന്നെ വിളിച്ച് ഡബ് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ സമയമില്ലാതെ ചെയ്യാണ്. കാരണം വൈകുന്നേരങ്ങളിൽ തിയേറ്ററുള്ളൂ, പ്രസാദ് ലാബില് മുകളിലുള്ള. അതെ. അപ്പൊ അങ്ങനെ 2-3 ദിവസം കൊണ്ട് അവർ ചെയ്തതാണത്. അപ്പൊ അതിലൊരു പ്രത്യേക ഇതുമാതിരി അവർ പിരിയാം. മറ്റേ അവർ രണ്ടുപേരും കുഞ്ചാക്കോ ബോബനും ശാലിനിയും ആ ഒരു ബീച്ചിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ഹട്ടിനകത്ത് ഇരുന്നിട്ട് അവസാനം ഇവര് ശരിക്കും നമുക്ക് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് തിരിച്ചു പോവാം, നമ്മുടെ ഈ ബന്ധം വേണ്ടാന്ന് വെക്കാന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അപ്പൊ നമുക്ക് പോവാം അല്ലേ അങ്ങനെ എന്തോ ചോദിക്കുമ്പോ കുഞ്ചാക്കോ ബോബൻ പോവാം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഒരു 16 ടേക്ക് എന്ത് പറഞ്ഞിട്ടും കിട്ടുന്നില്ല. പറഞ്ഞ പാച്ചിക്ക് പറയും വൺ മോർ ടേക്ക്. അവസാനം ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോ ആ ഒരു ചെറിയൊരു വെള്ളിയോട് കൂടിയ ഒരു സാധനം കിട്ടി. അപ്പൊ പാച്ചിക്ക് പറഞ്ഞു ഓക്കെ അത് മതി. അപ്പൊ ആ സമയത്ത് എനിക്ക് അത് എന്താന്ന് മനസ്സിലായില്ല. പിന്നെ നമ്മൾ ആ സിനിമ ഒരുമിച്ച് കണ്ടപ്പോഴാണ് ആ പിരിയുന്നതിന്റെ ആ ഒരു വേദന, ആ ഒരു എന്നുള്ള ആ ഒരു അതാ ഡയറക്ടറുടെ ഒരു വിഷനാണത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വെറുതെ നമുക്ക് പിരിയാം. സുധി എന്താ പറഞ്ഞേ? പിരിയാം. ഞാൻ ചില സമയത്ത് പാച്ചിക്കെടുത്ത പാച്ചിക്ക ഇതിൽ കൂടുതൽ എനിക്കൊന്നും വരില്ല മതി എന്ന് പറയുമ്പോൾ പാച്ചിക്ക നമ്മുടെ അടുത്തേക്ക് നടന്നു വരും. എന്നിട്ട് പറയും നിനക്ക് വരും, എനിക്കറിയാം, നമുക്കൊന്നും കൂടി ട്രൈ ചെയ്യല്ലേ എന്ന് പറയും. പാച്ചിക്ക നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യിക്കും. അതുകൊണ്ടും കൂടി ആയിരിക്കണം എനിക്ക് 2 പ്രാവശ്യം എനിക്ക് ഡബിങ് ആർട്ടിസ്റ്റ് അവാർഡിൽ എനിക്ക് കിട്ടിയല്ലോ, കാബൂളി വാലയും. പിന്നെ ഒന്ന് പാച്ചിക്കയുടെ ശിഷ്യന്മാരുടെ പടത്തിനും പിന്നെ ഒന്ന് പാച്ചിക്കയുടെ പടത്തിനുമാണ് എനിക്ക് കിട്ടിയത്. അതൊരിക്കലും മറക്കാനാവാത്ത അനുഭവം തന്നെയാണ് അത്.